ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം സെഷൻസ് കോടതി. അറസ്റ്റിന് തടസ്സമില്ല, രാഹുലിനായി അന്വേഷണം ഊർജിതം. സാമൂഹിക മാധ്യമത്തിൽ സത്യമേവ ജയതേ എന്ന പോസ്റ്റ് പങ്കുവച്ച് പരാതിക്കാരി. മൊഴി നൽകാൻ തയ്യാറെന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ച് രണ്ടാമത്തെ പരാതിക്കാരി. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. രാഹുലിനെ കൈവിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി AICC അനുമതിയോടെ. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് നേതാക്കൾ. CPM-ലെ സമാന പരാതികളിൽ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് VD സതീശൻ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ CPM-ന്റെ ആഹ്ലാദ പ്രകടനം. കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് K. സുരേന്ദ്രൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ. വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താമസ സ്ഥലത്തേക്ക് പോയത് ഒരേ കാറിൽ. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നാളെ ഹൈദരാബാദ് ഹൌസിൽ. സുഖോയി യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും കുരുക്ക്. ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും SIT പ്രതി ചേർത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. 6ാം പ്രതി S. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി.